ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സ്വർഗം അവർക്ക് ഒത്തിരി അരികിലാണ്. ഒത്തിരി വെല്ലുവിളികൾ അനുഭവിക്കുന്നവർക്ക് യേശു അവർക്ക് വളരെ അടുത്താണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, വളരെ മുറിവുകൾ ഹൃദയത്തിനകത്ത് ഏറ്റ വ്യക്തിത്വങ്ങൾ എന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, വഴിയരികിൽ മുറിഞ്ഞു കിടന്ന ആ മനുഷ്യനെക്കുറിച്ച്, ജെറുസലേമിൽ നിന്ന് കടന്നുപോയ, ജെരിഹോവിലേക്ക് കടന്നുപോയ മനുഷ്യനെക്കുറിച്ച്. എന്നാൽ ആ നല്ല ശമരിയക്കാരൻ അവൻ്റെ മുറിവുകളിലേക്ക് എണ്ണയും വീഞ്ഞും പകർന്നു. ആ എണ്ണയും വീഞ്ഞും പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ്. പ്രിയരെ, നിന്റെ മുറിവിൻ്റെ ആഴമനുസരിച്ച്, നീ അനുഭവിച്ച പ്രതിസന്ധികളുടെ ആഴമനുസരിച്ച്, നീ കടന്നുപോയ വെല്ലുവിളികളുടെ ആഴമനുസരിച്ച് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഇത് ആരോടോ ദൈവം ഒരു പ്രവചനമായി പറയുന്നു. നീ അനുഭവിച്ച വെല്ലുവിളികളുടെയും, നീ അനുഭവിച്ച കഷ്ടതകളുടെയും, നീ അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും, നീ അനുഭവിച്ച നിന്ദകളുടെയും ആഴമനുസരിച്ച് ഒരു വലിയ മഹത്വം നിറഞ്ഞ, ആഴമേറിയ, അതിശക്തമേറിയ ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. ഒരു നന്മ നിനക്കുണ്ട്. ഒരു ഉയർച്ച നിനക്കുണ്ട്. ഒരു അനുഗ്രഹം നിനക്കുണ്ട്. നിന്റെ തലമുറയ്ക്കുണ്ട്, നിന്റെ കുടുംബത്തിനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന അറിയിക്കുകയാണ്. സ്തെഫാനോസ് പ്രതിഷേധത്തെ അഭിഷേകമാക്കി മാറ്റി. ചുറ്റും ആൾക്കാർ പ്രതിഷേധിക്കുകയാണ്, എന്നാൽ താൻ ആത്മാവിൽ ശക്തനാകുകയാണ്. പ്രതിഷേധത്തെ അഭിഷേകമാക്കുക. തുറന്ന് പറഞ്ഞേ, എനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലത്തിലെയും മാനുഷികമായ സകല പ്രതിഷേധങ്ങളെയും ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ അഭിഷേകമാക്കി മാറ്റും. ഞാൻ അഭിഷേകമാക്കി മാറ്റും.